വെനസ്വേലയുടെ ഏഴാമത്തെ എണ്ണ ടാങ്കറും അമേരിക്കൻ സൈന്യം കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു. വെനസ്വേലയുടെ എണ്ണയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പിടിച്ചെടുക്കൽ. ചൊവ്വാഴ്ചയാണ് മോട്ടോർ വെസൽ സാഗിറ്റ എന്ന എണ്ണ ടാങ്കർ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തത്. ഈ സംഭവത്തിന് പിന്നാലെ വെനസ്വേലയുടെ കപ്പൽ പിടിച്ചെടുത്തുവെന്ന് അമേരിക്കൻ സതേൺ കമാൻഡ് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും ചെയ്തു. കപ്പൽ അതിർത്തി ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം കോസ്റ്റ് ഗാർഡ് ടാങ്കറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കപ്പൽ വെനസ്വേലയിൽ നിന്ന് എണ്ണ കടത്തി എന്നാണ് അമേരിക്കൻ സതേൺ കമാൻഡിന്റെ ആ പോസ്റ്റിൽ ആരോപിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് പുറത്തു പോകുന്ന എണ്ണക്കപ്പൽ ശരിയായ രീതിയിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് ഇപ്പോൾ കപ്പൽ തങ്ങൾ പിടിച്ചെടുത്തതെന്നും അമേരിക്കൻ സതേൺ കമാൻഡ് പറയുന്നുണ്ട്. ഇതിനോടൊപ്പം ആകാശത്ത് നിന്നുള്ള സാഗിറ്റയുടെ ദൃശ്യവും സൈനിക കമാൻഡ് പോസ്റ്റ് ചെയ്തു. എന്നാൽ മുമ്പുള്ള പഴയ വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കൻ സൈന്യം ഹെലികോപ്റ്ററിലെത്തി കപ്പലിന്റെ ഡെക്കിൽ ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളൊന്നും ഇത്തവണ പുറത്തു വിട്ടിട്ടുമില്ല. ജനുവരി 3-ന് അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും നാട് കടത്തിയെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം വെനസ്വേലയുടെ എണ്ണ ഉൽപ്പാദനം, ശുദ്ധീകരണം, ആഗോള വിതരണം എന്നിവ നിയന്ത്രിക്കാൻ ഇറങ്ങിയത്. എന്നാൽ വെനസ്വേലയുടെ തകർന്ന എണ്ണ വ്യവസായം പുനർനിർമ്മിക്കാനും അതിന്റെ സമ്പദ് വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനും ശ്രമിക്കാതെ പകരം പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ടാങ്കറുകൾ പിടിച്ചെടുക്കുന്നതെന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. വെനസ്വേലയിലെ എണ്ണ ഉൽപ്പാദനവും വിതരണവും നവീകരിക്കാൻ $100 ബില്യൺ നിക്ഷേപിക്കാനുള്ള തന്റെ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപ് ഏകദേശം 2 ആഴ്ച മുമ്പ് എണ്ണ കമ്പനികളുടെ എക്സിക്യൂട്ടീവുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുറഞ്ഞത് 30 ദശലക്ഷം മുതൽ 50 ദശലക്ഷം ബാരൽ വരെ വെനസ്വേലൻ എണ്ണ വിൽക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക ഇതിനോടകം വെനസ്വേലയിൽ നിന്നും 50 ദശലക്ഷം ബാരൽ എണ്ണ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കൈവശം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ ബാക്കിയാണ്. എണ്ണവില കുറയ്ക്കുകയും ഇത് വിപണികളിൽ വിൽക്കുകയും ചെയ്യുന്നു എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ലൈബീരിയൻ നിയന്ത്രണത്തിലുള്ള ഒരു എണ്ണ ടാങ്കറാണ് സഗിറ്റ. ഹോങ്കോങ്ങിലെ ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതും ആ കമ്പനി തന്നെ കൈകാര്യം ചെയ്യുന്ന കപ്പലാണ് ഇത്. ഡിസംബർ 10-നാണ് വെനസ്വേലയുടെ തീരത്ത് നിന്ന് അമേരിക്ക ആദ്യത്തെ ടാങ്കർ പിടിച്ചെടുക്കുന്നത്. മിക്ക ടാങ്കറുകളും വെനസ്വേലയ്ക്ക് അടുത്തുള്ള തീരത്ത് വെച്ചാണ് പിടിച്ചെടുത്തത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 2 ആഴ്ചയിലേറെയായി റഷ്യൻ പതാകയുള്ള ഒരു കപ്പൽ പിന്തുടർന്നതിന് ശേഷമാണ് അമേരിക്ക ബെല്ല 1 എന്ന കപ്പൽ പിടിച്ചെടുത്തത്. ഈ എണ്ണ ടാങ്കർ അടുത്തിടെ മറൈനേറ എന്ന് പേര് മാറ്റിയിരുന്നു. ഇറാനിൽ നിന്ന് വെനസ്വേലയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ കപ്പൽ. വെനസ്വേലയ്ക്കെതിരായ അമേരിക്കൻ ഉപരോധത്തിന് ശേഷമാണ് ഈ കപ്പൽ ബെല്ല 1 എന്നതിൽ നിന്നും പേര് മാറ്റി മറൈനേറ എന്നാക്കിയത്. അമേരിക്കൻ സൈന്യം പറയുന്നത് അങ്ങനെയാണ്. അമേരിക്കയുടെ ഈ പിടിച്ചെടുക്കൽ നടപടി ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് റഷ്യ അന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. 1982-ലെ ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകൾക്കെതിരെ ബലപ്രയോഗം നടത്താൻ ഒരു സംസ്ഥാനത്തിനും അവകാശമില്ല എന്നാണ് റഷ്യൻ ഗതാഗത മന്ത്രാലയം പറഞ്ഞത്. എന്നാൽ പിന്നീട് ഈ വിഷയത്തിൽ റഷ്യ കാര്യമായി പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. കപ്പൽ അമേരിക്ക കൊണ്ടുപോവുകയും ചെയ്തു.